മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാനും നിങ്ങളുടെ ആശയങ്ങൾ ലോകത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കാനും ആഗ്രഹമുണ്ടോ? ഡെയ്ൽ കാർനെഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന ലോകോത്തര ഗ്രന്ഥം അതിനുള്ള താക്കോലാണ്. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ലളിതവും ശക്തവുമായ പാഠങ്ങളിലൂടെ ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വിമർശനങ്ങളെ ഒഴിവാക്കി ആത്മാർത്ഥമായി പുഞ്ചിരിച്ച് മറ്റുള്ളവരെ കേൾക്കാൻ പഠിച്ച് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും വിജയങ്ങൾ നേടാൻ ഈ ക്ലാസിക് കൃതി നിങ്ങളെ സഹായിക്കും. ഭാഗം 1. ആളുകളുമായി ഇടപഴകുന്നതിലെ മൗലിക തത്വങ്ങൾ. ഫണ്ടമെന്റൽ ടെക്നിക്സ് ഇൻ ഹാൻഡ്ലിംഗ് പീപ്പിൾ. ഡെയ്ൽ കാർനെഗി തന്റെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ 3 നിയമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊരാളുടെ ഹൃദയത്തിൽ ഇടം നേടാനും അവരെ സ്വാധീനിക്കാനുമുള്ള യാത്രയിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചുവടുകളാണിത്. ഈ തത്വങ്ങൾ മനസ്സിലാക്കാതെ മുന്നോട്ടു പോകുന്നത് ഉറപ്പില്ലാത്ത അടിത്തറയിൽ ഒരു വലിയ കെട്ടിടം പണിയുന്നതുപോലെ വ്യർത്ഥമായിരിക്കും. തത്വം 1. വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ പരാതിപ്പെടുകയോ അരുത്. ഡോണ്ട് ക്രിട്ടിസൈസ്, കണ്ടെം ഓർ കംപ്ലെയിൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. കാർനെഗി പറയുന്നത്, നിങ്ങൾ ഒരാളെ വിമർശിക്കുമ്പോൾ അവർ സ്വയം പ്രതിരോധിക്കാൻ തുടങ്ങുകയും നിങ്ങളോട് ദേഷ്യം വയ്ക്കുകയും ചെയ്യുന്നു. വിമർശനം ആരുടെയും തെറ്റുകൾ തിരുത്തുന്നില്ല, മറിച്ച് അത് അവരുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുകയും നീരസം വളർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല? മനുഷ്യൻ വികാരജീവിയാണ്. ആളുകൾ പ്രവർത്തിക്കുന്നത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വിമർശനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരമായ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ആരും സ്വയം തെറ്റുകാരായി കാണുന്നില്ല. ചരിത്രത്തിലെ കൊടുങ്കുറ്റവാളികൾ പോലും തങ്ങളെത്തന്നെ ന്യായീകരിക്കുന്നവരായിരുന്നുവെന്ന് കാർനെഗി ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. അൽ കപ്പോണിനെപ്പോലുള്ളവർ തങ്ങൾ ചെയ്യുന്നത് ഒരു പൊതുസേവനമാണെന്ന് വിശ്വസിച്ചു. കുറ്റവാളികൾക്ക് പോലും തങ്ങളിൽ തെറ്റ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ വിമർശനങ്ങളെ എങ്ങനെ സ്വീകരിക്കും? വിമർശനം അപകടകരമാണ്. അത് മറ്റൊരാളുടെ മനസ്സിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന പകയ്ക്കും വിദ്വേഷത്തിനും കാരണമായേക്കാം. എബ്രഹാം ലിങ്കൺ പോലും തന്റെ ചെറുപ്പത്തിൽ വിമർശനങ്ങൾ കാരണം ഒരു ദ്വന്ദ്വയുദ്ധത്തിന്റെ വക്കിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട അനുഭവം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ആരെയും വിമർശിക്കുന്നത് നിർത്തി. പകരം എന്തു ചെയ്യണം? വിമർശിക്കുന്നതിനു പകരം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്ന് ചിന്തിക്കുക. സഹാനുഭൂതിയും ക്ഷമയും കാണിക്കുന്നത് വിമർശനത്തേക്കാൾ 1000 മടങ്ങ് ഫലം ചെയ്യും. തത്വം 2. സത്യസന്ധവും ആത്മാർത്ഥവുമായ അഭിനന്ദനം നൽകുക. ഗിവ് ഓണസ്റ്റ് ആൻഡ് സിൻസിയർ അപ്രീഷിയേഷൻ. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്താണ്? കാർനെഗിയുടെ അഭിപ്രായത്തിൽ അത് പ്രധാനപ്പെട്ട ഒരാളായി അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹമാണ്. പണമോ പ്രശസ്തിയോ സ്നേഹമോ അല്ല, മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമാണ് ഓരോ വ്യക്തിയും കൊതിക്കുന്നത്. ഈ ആഗ്രഹം ശരിയായ രീതിയിൽ തൃപ്തിപ്പെടുത്തുന്നതിലാണ് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. അഭിനന്ദനവും മുഖസ്തുതിയും തമ്മിലുള്ള വ്യത്യാസം. അഭിനന്ദനം, അപ്രീഷിയേഷൻ, ആത്മാർത്ഥമാണ്. അത് ഹൃദയത്തിൽ നിന്ന് വരുന്നു. അത് നിസ്വാർത്ഥമാണ്. മുഖസ്തുതി, ഫ്ലാറ്ററി, പൊള്ളയാണ്. അത് പല്ലിനിടയിൽ നിന്ന് വരുന്നു. അത് സ്വാർത്ഥമാണ്. ആളുകൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ലോകത്തിലെ വലിയ നേതാക്കന്മാരെല്ലാം മറ്റുള്ളവരുടെ കഴിവുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു. ചാൾസ് ഷ്വാബിനെപ്പോലുള്ള വ്യവസായ പ്രമുഖർ പറഞ്ഞത് തന്റെ ഏറ്റവും വലിയ കഴിവ് മറ്റുള്ളവരിലെ ഉത്സാഹം വളർത്താനുള്ള കഴിവായിരുന്നുവെന്നും അതിന് താൻ ഉപയോഗിച്ചിരുന്ന മാർഗം അഭിനന്ദനവും പ്രോത്സാഹനവുമാണെന്നുമാണ്. ഒരാളുടെ ജോലിയെയോ സ്വഭാവത്തെയോ നേട്ടങ്ങളെയോ നിങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും തോന്നും. അത് അവർക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകും. തത്വം 3. മറ്റൊരാളിൽ ഒരു കാര്യം ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹം ജനിപ്പിക്കുക. അറൗസ് ഇൻ ദ അതർ പേഴ്സൺ ആൻ ഈഗർ വാണ്ട്. ലോകത്തൊരാളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ ഒരേയൊരു മാർഗമേയുള്ളൂ. അത് ചെയ്യാൻ അവർക്ക് താൽപ്പര്യമുണ്ടാക്കിക്കൊടുക്കുക. തോക്കിൻ മുനയിൽ നിർത്തിയോ ഭീഷണിപ്പെടുത്തിയോ കാര്യങ്ങൾ താൽക്കാലികമായി നടത്തിയെടുക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ അത് ദോഷം മാത്രമേ ചെയ്യൂ. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? എപ്പോഴും മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് സംസാരിക്കുന്നതിന് പകരം അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് സംസാരിക്കുക. കാർനെഗിയുടെ മീൻപിടുത്ത ഉദാഹരണം. എനിക്ക് സ്ട്രോബെറിയും ക്രീമും വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ ചൂണ്ടയിൽ സ്ട്രോബെറി കൊരുക്കാറില്ല, കാരണം മീനിനിഷ്ടം മണ്ണിരയെയാണ്. അതുപോലെ ആളുകളെ സ്വാധീനിക്കണമെങ്കിൽ അവർക്കിഷ്ടമുള്ളതിനെക്കുറിച്ച് സംസാരിക്കണം. നിങ്ങളുടെ ഒരു ആശയം മറ്റൊരാളെക്കൊണ്ട് അംഗീകരിപ്പിക്കണമെങ്കിൽ ആ ആശയം നടപ്പിലാക്കുന്നതിലൂടെ അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. നിങ്ങൾ മറ്റൊരാളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും മനസ്സിലാക്കി അതിന് പ്രാധാന്യം നൽകുമ്പോൾ അവർ നിങ്ങളെ ശ്രദ്ധിക്കാനും നിങ്ങളുമായി സഹകരിക്കാനും തയ്യാറാകും. ഭാഗം 2. ആളുകൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാൻ 6 വഴികൾ. 6 ways to make people like you. ആളുകളുമായി ഇടപഴകുന്നതിനുള്ള അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ
അടുത്ത പടി അവരെങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാക്കി മാറ്റാം എന്നതാണ്. ഈ ഭാഗത്ത് ഡെയിൽ കാർണഗി ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കാനും ആളുകളുടെ ഹൃദയത്തിൽ ഇടം നേടാനുമുള്ള 6 പ്രായോഗിക മാർഗങ്ങൾ വിവരിക്കുന്നു. ഇത് കേവലം അഭിനയമല്ല, മറിച്ച് മറ്റുള്ളവരിൽ യഥാർത്ഥ താൽപര്യം കാണിക്കുന്നതിലൂടെ ലഭിക്കുന്ന സ്വാഭാവികമായ ഫലമാണ്. തത്വം 1. മറ്റുള്ളവരിൽ ആത്മാർത്ഥമായി താൽപര്യം കാണിക്കുക. ബിക്കം ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ. ലോകത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിലൊന്ന് ഇതാണ്. മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള താൽപര്യത്തേക്കാൾ 100 ഇരട്ടി താൽപര്യം നിങ്ങൾക്കവരോട് കാണിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സുഹൃത്തുക്കളെ നേടാം. സ്വന്തം കാര്യങ്ങൾ പറയാൻ വെമ്പൽ കൊള്ളുന്നതിന് പകരം മറ്റുള്ളവരുടെ ജീവിതത്തെയും സന്തോഷങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് ആത്മാർത്ഥമായി ചോദിച്ചറിയുക. ഒരു നായക്കുട്ടിക്ക് അതിന്റെ യജമാനനോട് തോന്നുന്ന സ്നേഹം ആത്മാർത്ഥമാണ്. അത് നമ്മളെ കാണുമ്പോൾ വാലാട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്നു. കാരണം അതിന് നമ്മളിൽ യഥാർത്ഥ താൽപര്യമുണ്ട്. അതിന് പകരമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മനുഷ്യർക്കും ഇതേ സമീപനം സ്വീകരിക്കാം. മറ്റൊരാളിൽ ആത്മാർത്ഥമായ താൽപര്യം കാണിക്കുന്നത് മുഖസ്തുതി പറയുന്നതിനേക്കാൾ ഫലപ്രദമാണ്. തത്വം 2. പുഞ്ചിരിക്കുക. സ്മൈൽ. ഒരു പുഞ്ചിരിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ മുഖത്തെ ഭാവം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തേക്കാൾ പ്രധാനമാണ്. ഒരു ആത്മാർത്ഥമായ പുഞ്ചിരിക്ക് പണച്ചെലവില്ല, പക്ഷേ അത് നൽകുന്ന മൂല്യം വളരെ വലുതാണ്. നിങ്ങളെ കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, നിങ്ങൾ എന്റെ സന്തോഷത്തിന് കാരണമാകുന്നു എന്ന് വാക്കുകളില്ലാതെ പറയുന്ന ഒരു സന്ദേശമാണത്. താൽപ്പര്യമില്ലാത്തൊരു പുഞ്ചിരിക്ക് ആരെയും കബളിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പുഞ്ചിരിക്ക് ആളുകൾക്കിടയിലുള്ള മഞ്ഞുരുക്കാനും സംഭാഷണങ്ങൾക്ക് ഊഷ്മളമായ തുടക്കം നൽകാനും ആളുകൾക്ക് നിങ്ങളോട് ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കാനും സാധിക്കും. സന്തോഷമുള്ളതുകൊണ്ട് മാത്രമല്ല നമ്മൾ പുഞ്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സന്തോഷം കണ്ടെത്താനും കഴിയും. തത്വം 3. ഒരാളുടെ പേര് ഓർക്കുക. അതവർക്ക് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ശബ്ദമാണ്. Remember that a person's name is to that person the sweetest and most important sound in any language. ഒരാളുടെ പേര് എന്നത് അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അത് അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. നിങ്ങൾ ഒരാളുടെ പേരോർത്ത് അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു പ്രത്യേക പരിഗണനയും ബഹുമാനവും നൽകുകയാണ്. ഇത് വളരെ ലളിതമാണെങ്കിലും ആളുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇതിന് കഴിയും. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനെപ്പോലുള്ള വലിയ നേതാക്കൾ സാധാരണക്കാരായ ജോലിക്കാരുടെ പോലും പേരുകൾ ഓർത്തുവെച്ച് അവരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പേരുകൾ ഓർമ്മിക്കുന്നത് ഒരു കഴിവാണ്. അത് പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. സംഭാഷണത്തിനിടയിൽ അവരുടെ പേര് 1-2 തവണ ഉപയോഗിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. തത്വം 4. ഒരു നല്ല കേൾവിക്കാരനാവുക. മറ്റുള്ളവരെ അവരെക്കുറിച്ച് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ബി എ ഗുഡ് ലിസണർ. എൻകറേജ് അതേഴ്സ് ടു ടോക്ക് അബൌട്ട് ദംസെൽവ്സ്. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം അവർ തന്നെയാണ്. തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഒരു കേൾവിക്കാരനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നല്ലൊരു സംഭാഷണക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നല്ലൊരു കേൾവിക്കാരനാകാൻ പഠിക്കുക. ശ്രദ്ധയോടെ കേൾക്കുക എന്നത് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. അവരുടെ കണ്ണുകളിൽ നോക്കി അവർ പറയുന്നത് പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഇടയ്ക്ക് കയറി സംസാരിക്കാതെ അവരെ പൂർത്തിയാക്കാൻ അനുവദിക്കുക. അവരെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ നല്ലൊരു കേൾവിക്കാരനാകുമ്പോൾ ആളുകൾ നിങ്ങളെ ബുദ്ധിയുള്ളവനും രസികനുമായ ഒരു സംഭാഷണക്കാരനായി കാണാൻ തുടങ്ങും. തത്വം 5. മറ്റൊരാളുടെ താൽപ്പര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ടോക്ക് ഇൻ ടേംസ് ഓഫ് ദി അതർ പേഴ്സൺസ് ഇൻട്രസ്റ്റ്സ്. ഒരാളുടെ ഹൃദയത്തിലേക്കുള്ള എളുപ്പവഴി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ്. തിയോഡോർ റൂസ്വെൽറ്റ് തന്റെ സന്ദർശകരെ കാണുന്നതിനു മുൻപ് അവർക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇത് സംഭാഷണങ്ങളെ വളരെ എളുപ്പവും ആസ്വാദ്യകരവുമാക്കി. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിക്ക് മീൻപിടുത്തത്തിലാണോ പുസ്തകങ്ങളിലാണോ അതോ യാത്രകളിലാണോ താൽപ്പര്യമെന്ന് കണ്ടെത്തുക. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക അടുപ്പം തോന്നും. ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. തത്വം 6. മറ്റൊരാൾക്ക് പ്രാധാന്യം നൽകുക. അത് ആത്മാർത്ഥമായി ചെയ്യുക. മേക്ക് ദി അതർ പേഴ്സൺ ഫീൽ ഇമ്പോർട്ടന്റ് ആൻഡ് ഡു ഇറ്റ് സിൻസിയർലി. മനുഷ്യബന്ധങ്ങളിലെ സുവർണ്ണ നിയമം ഇതാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്കും ചെയ്യുക. ഓരോ വ്യക്തിയും താൻ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടും. അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. ക്ഷമിക്കണം, ദയവായി, നന്ദി തുടങ്ങിയ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുക. അവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക. നിങ്ങൾ അവരെ വിലമതിക്കുന്നു എന്ന് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും കാണിക്കുക. ഇത് മുഖസ്തുതി പറയുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഓരോ വ്യക്തിയിലുമുള്ള നന്മയെയും കഴിവിനെയും ആത്മാർത്ഥമായി അംഗീകരിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ 6 തത്വങ്ങളും ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമായി തോന്നാമെങ്കിലും അവയ്ക്ക് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നേടാനുള്ള ഒരു കുറുക്കുവഴിയായി ഇതിനെ കാണാതെ
മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും അവരെ അംഗീകരിക്കാനുമുള്ള ഒരു മാർഗമായി പരിശീലിച്ചാൽ സൗഹൃദങ്ങളും സ്വാധീനവും താനേ നിങ്ങളെ തേടിവരും. ഭാഗം 3. തർക്കിക്കാതെ ജയിക്കാം. ആളുകളെ നിങ്ങളുടെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള 12 വഴികൾ. ഹൗ ടു വിൻ പീപ്പിൾ ടു യുവർ വേ ഓഫ് തിങ്കിങ്. ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അടുത്തപടി നിങ്ങളുടെ ആശയങ്ങൾ അവരെക്കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നതാണ്. എന്നാൽ ഇത് വാഗ്വാദങ്ങളിലൂടെയോ തർക്കങ്ങളിലൂടെയോ നേടാനാവില്ല. ഈ ഭാഗത്ത് സംഘർഷങ്ങൾ ഒഴിവാക്കി സൗഹൃദപരമായി ആളുകളെ നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള 12 ശക്തമായ തന്ത്രങ്ങൾ വിവരിക്കുന്നു. സംഘർഷം ഒഴിവാക്കാനും അനുകൂല സാഹചര്യം സൃഷ്ടിക്കാനുമുള്ള തത്വങ്ങൾ. തത്വം 1. തർക്കങ്ങളിൽ വിജയിക്കാനുള്ള ഏക മാർഗം അതൊഴിവാക്കുകയാണ്. ഒരു തർക്കത്തിൽ നിങ്ങൾക്കൊരിക്കലും ശരിക്കും ജയിക്കാനാവില്ല. നിങ്ങൾ തോറ്റാൽ നിങ്ങൾ തോറ്റു. ഇനി നിങ്ങൾ ജയിച്ചാലോ? നിങ്ങൾ മറ്റൊരാളുടെ അഭിമാനത്തെ മുറിവേൽപ്പിച്ചു, അയാളുടെ മനസ്സിൽ നിങ്ങളോട് നീരസം സൃഷ്ടിച്ചു. തർക്കത്തിൽ ജയിച്ചാലും അയാളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിനാൽ ഒരു വലിയ തർക്കത്തിലേക്ക് പോകാവുന്ന സാഹചര്യങ്ങൾ ബുദ്ധിപൂർവം ഒഴിവാക്കുക. തത്വം 2. മറ്റൊരാളുടെ അഭിപ്രായത്തെ ബഹുമാനിക്കുക. നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് ഒരിക്കലും പറയരുത്. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് നേരിട്ട് പറയുന്നത് ഒരാളുടെ ബുദ്ധിക്കും തീരുമാനത്തിനുമെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇത് അവരെ ഉടനടി പ്രതിരോധത്തിലാക്കുകയും നിങ്ങളുടെ വാദങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാവാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. പകരം എനിക്ക് മറ്റൊരു തരത്തിലാണ് തോന്നുന്നത്, ഒരുപക്ഷേ എനിക്ക് തെറ്റുപറ്റിയേക്കാം, നമുക്കൊന്ന് പരിശോധിച്ചാലോ എന്ന സൗമ്യമായ രീതി സ്വീകരിക്കുക. തത്വം 3. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് വേഗത്തിലും വ്യക്തമായും സമ്മതിക്കുക. നമുക്കെല്ലാവർക്കും തെറ്റുകൾ പറ്റാം. നിങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് മനസ്സിലായാൽ മറ്റൊരാൾക്ക് വിരൽ ചൂണ്ടാൻ അവസരം നൽകാതെ അത് സ്വയം സമ്മതിക്കുക. നിങ്ങളുടെ തെറ്റ് ആത്മാർത്ഥമായി സമ്മതിക്കുന്നത് മറ്റൊരാളുടെ ദേഷ്യം കുറയ്ക്കുകയും കൂടുതൽ മാന്യമായി നിങ്ങളോട് പെരുമാറാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ സത്യസന്ധതയെയും ആത്മാഭിമാനത്തെയും കാണിക്കുന്നു. തത്വം 4. സൗഹൃദപരമായ രീതിയിൽ ആരംഭിക്കുക. ഒരു തുള്ളി തേൻ ഉപയോഗിച്ച് നേടാൻ കഴിയുന്നത്ര ഈച്ചകളെ ഒരു ഗാലൻ കയ്പുനീരുപയോഗിച്ച് പിടിക്കാനാവില്ല. ദേഷ്യത്തോടെയോ വിമർശനത്തോടെയോ ഒരു സംഭാഷണം തുടങ്ങിയാൽ നിങ്ങൾക്കനുകൂലമായ ഒരു തീരുമാനം പ്രതീക്ഷിക്കാനേ കഴിയില്ല. എപ്പോഴും സൗമ്യമായും സൗഹൃദപരമായും സമീപിക്കുക. സൂര്യനും കാറ്റും തമ്മിൽ വഴിയാത്രക്കാരന്റെ കോട്ടഴിപ്പിക്കാൻ നടത്തിയ പന്തയത്തിന്റെ കഥ കാർനെഗി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. സൗമ്യമായ സൂര്യരശ്മികളാണ് ആ പന്തയത്തിൽ ജയിച്ചത്. തത്വം 5. തുടക്കത്തിൽ തന്നെ മറ്റൊരാളെക്കൊണ്ട് അതെ അതെ എന്ന് പറയിപ്പിക്കുക. സോക്രട്ടീസിന്റെ ഈ രീതി വളരെ ഫലപ്രദമാണ്. ഒരു സംഭാഷണം ആരംഭിക്കുമ്പോൾ നിങ്ങൾ വിയോജിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനു പകരം നിങ്ങൾ രണ്ടുപേരും യോജിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. തുടർച്ചയായി അതെ എന്ന് പറയിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ സൃഷ്ടിക്കുകയും നിങ്ങളുടെ യഥാർത്ഥ ആശയത്തിലേക്ക് അവരെ എത്തിക്കുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു. മറ്റൊരാളുടെ കാഴ്ചപ്പാടുകളെ മാനിക്കാനുള്ള തത്വങ്ങൾ. തത്വം 6. മറ്റൊരാളെക്കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കുക. ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളെയും ആശയങ്ങളെയും കുറിച്ച് നിങ്ങളെക്കാൾ നന്നായി അറിയാം. അതിനാൽ അവരെ സംസാരിക്കാൻ അനുവദിക്കുക. നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ ക്ഷമയോടെ കേൾക്കുക. ഇത് അവർക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന തോന്നലുണ്ടാക്കുകയും അവരുടെ മനസ്സ് തുറക്കാൻ സഹായിക്കുകയും ചെയ്യും. തത്വം 7. ആ ആശയം അവരുടേതാണെന്ന് മറ്റൊരാൾക്ക് തോന്നാൻ അനുവദിക്കുക. ആളുകൾക്ക് മറ്റൊരാൾ അടിച്ചേൽപ്പിക്കുന്ന ആശയങ്ങളെക്കാൾ തങ്ങൾ സ്വയം കണ്ടെത്തുന്ന ആശയങ്ങളോട് കൂടുതൽ വിശ്വാസവും താൽപ്പര്യവുമുണ്ടാകും. അതിനാൽ നിങ്ങളുടെ ആശയം നേരിട്ട് അവതരിപ്പിക്കുന്നതിനു പകരം അതിലേക്ക് നയിക്കുന്ന ചില സൂചനകൾ നൽകുക. ആ ആശയം അവരുടേതാണെന്ന് അവർക്ക് തോന്നട്ടെ. അതിന്റെ ഖ്യാതി അവർ എടുത്തോട്ടെ. ഫലം നിങ്ങളുടേതായിരിക്കും. തത്വം 8. മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ ആത്മാർത്ഥമായി കാണാൻ ശ്രമിക്കുക. ഒരു നിമിഷം നിങ്ങളുടെ ഭാഗം മറന്ന് മറ്റേയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. ഞാനയാളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് ആലോചിക്കുക. ഇത് അവരുടെ പ്രവൃത്തിയുടെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാനും അതിലൂടെ അവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാനും നിങ്ങളെ സഹായിക്കും. തത്വം 9. മറ്റൊരാളുടെ ആശയങ്ങളോടും ആഗ്രഹങ്ങളോടും സഹാനുഭൂതി കാണിക്കുക. തർക്കങ്ങൾ അവസാനിപ്പിക്കാനും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുന്ന ഒരു മാന്ത്രിക വാചകമുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ തന്നെ തോന്നുമായിരുന്നു. ഈ വാചകം ആത്മാർത്ഥമായി പറയുന്നതിലൂടെ നിങ്ങൾ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നുവെന്ന് അവർക്ക് ബോധ്യമാകും. ഇത് അവരെ ശാന്തരാക്കാനും നിങ്ങളുടെ ഭാഗം കേൾക്കാൻ തയ്യാറാക്കാനും സഹായിക്കും. സ്വാധീനം ഉറപ്പിക്കാനുള്ള ഉയർന്ന തന്ത്രങ്ങൾ. തത്വം 10. ഉയർന്ന ചിന്തകളോടും മനോഭാവങ്ങളോടും അഭ്യർത്ഥിക്കുക. അപ്പീൽ ടു ദ നോബ്ലർ മോട്ടീവ്സ്. ഓരോ വ്യക്തിക്കും 2 കാരണങ്ങളുണ്ടാകും. 1. കേൾക്കാൻ നല്ലതെന്ന് തോന്നുന്ന കാരണം. 2. യഥാർത്ഥ കാരണം. ആളുകൾ തങ്ങളെത്തന്നെ സത്യസന്ധരും മാന്യരുമായി കാണാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവരുടെ മാന്യത, സത്യസന്ധത, നീതിബോധം തുടങ്ങിയ ഉയർന്ന വികാരങ്ങളെ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പലപ്പോഴും ഫലം ചെയ്യും. തത്വം 11.
നിങ്ങളുടെ ആശയങ്ങളെ നാടകീയമാക്കുക. ഡ്രാമറ്റൈസ് യുവർ ഐഡിയാസ്. വെറുതെ ഒരു സത്യം പറയുന്നതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയില്ല. നിങ്ങളുടെ ആശയങ്ങളെ നാടകീയമായും ആകർഷകമായും അവതരിപ്പിക്കുക. പരസ്യങ്ങളിലും സിനിമയിലുമെല്ലാം ഈ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ ചിത്രങ്ങളായും ഗ്രാഫുകളായും കാണിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. തത്വം 12. ഒരു വെല്ലുവിളി നൽകുക. ത്രോ ഡൗൺ എ ചാലഞ്ച്. കഴിവുള്ള ആളുകളെ പ്രചോദിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു വെല്ലുവിളി നൽകുക എന്നതാണ്. മറ്റുള്ളവരെക്കാൾ മികച്ചവനാകാനും വിജയിക്കാനുമുള്ള ആഗ്രഹം എല്ലാവരിലുമുണ്ട്. ഒരു ജോലി പൂർത്തിയാക്കാൻ പറയുന്നതിനേക്കാൾ ഇതൊരു വെല്ലുവിളിയാണ്, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട് എന്ന് പറയുന്നത് അവരിൽ കൂടുതൽ ഉത്സാഹം നിറയ്ക്കും. ഈ 12 തത്വങ്ങൾ പഠിപ്പിക്കുന്നത് സ്വാധീനം എന്നത് തർക്കിച്ച് ജയിക്കുന്നതിലല്ല, മറിച്ച് മറ്റൊരാളുടെ മനസ്സിനെ മനസ്സിലാക്കി അവരെ ബഹുമാനിച്ച് സൗഹൃദപരമായി നിങ്ങളുടെ ആശയത്തിലേക്ക് നയിക്കുന്നതിലാണ് കുടികൊള്ളുന്നത് എന്നാണ്. ഈ കല സ്വായത്തമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഡെയ്ൽ കാർണഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിന്റെ 4ാം ഭാഗമായ ഒരു നേതാവാകുക. വെറുപ്പിക്കാതെയും അതൃപ്തി ഉണ്ടാക്കാതെയും ആളുകളെ എങ്ങനെ മാറ്റിയെടുക്കാം. ഈ ഭാഗം ഒരു നേതാവിന് അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റരീതികളിൽ എങ്ങനെ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്താം എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആജ്ഞാപിക്കാതെയും ആളുകളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കാതെയും കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള തത്വങ്ങളാണ് ഇതിലുള്ളത്. ഒരു മികച്ച നേതാവാകാനുള്ള 9 തത്വങ്ങൾ. 1. പ്രശംസയോടെ തുടങ്ങുക. ഒരു വ്യക്തിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനു മുൻപ് അവർ ചെയ്ത നല്ല കാര്യങ്ങളെ ആത്മാർത്ഥമായി പ്രശംസിക്കുക. ഇത് അവർക്ക് ആത്മവിശ്വാസം നൽകുകയും വിമർശനം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാക്കുകയും ചെയ്യും. 2. തെറ്റുകൾ പരോക്ഷമായി സൂചിപ്പിക്കുക. നേരിട്ട് കുറ്റപ്പെടുത്തുന്നതിനു പകരം പരോക്ഷമായ രീതിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളിത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുന്നതിനു പകരം ഈ ജോലി കുറച്ചുകൂടി നന്നായി ചെയ്യാനൊരു വഴി കാണുമോ എന്ന് ചോദിക്കാം. 3. നിങ്ങളുടെ സ്വന്തം തെറ്റുകളെക്കുറിച്ച് സംസാരിക്കുക. മറ്റൊരാളുടെ തെറ്റ് തിരുത്തുന്നതിനു മുമ്പ് സമാനമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകളെക്കുറിച്ച് തുറന്നു പറയുന്നത് സംഭാഷണത്തെ കൂടുതൽ സൗഹൃദപരമാക്കും. 4. നേരിട്ടുള്ള ഉത്തരവുകൾ ഒഴിവാക്കുക. ആളുകളോട് ഇത് ചെയ്യൂ എന്ന് ഉത്തരവിടുന്നതിനു പകരം ഇതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എന്ന് ചോദ്യരൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇത് അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവസരം നൽകുന്നു. 5. ആത്മാഭിമാനം സംരക്ഷിക്കാൻ അനുവദിക്കുക. ഒരാളെ തിരുത്തുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കാതെ നോക്കുക. തെറ്റുകൾ രഹസ്യമായി ചൂണ്ടിക്കാണിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരാളെ തിരുത്തുന്നത് കർശനമായി ഒഴിവാക്കുക. 6. ഏറ്റവും ചെറിയ പുരോഗതിയെയും പ്രോത്സാഹിപ്പിക്കുക. ഒരാളിൽ നല്ല മാറ്റങ്ങൾ കാണുമ്പോൾ അതെത്ര ചെറുതാണെങ്കിലും അവരെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. ഇത് കൂടുതൽ മെച്ചപ്പെടാൻ അവരെ പ്രചോദിപ്പിക്കും. 7. അവർക്കൊരു നല്ല പ്രതിച്ഛായ നൽകുക. ഒരു വ്യക്തിക്ക് ഒരു നല്ല ഗുണമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് അവരെ അറിയിക്കുക. ഈ നല്ല പ്രതിച്ഛായ നിലനിർത്താൻ അവർ ശ്രമിക്കും. 8. തെറ്റുകൾ എളുപ്പം തിരുത്താൻ കഴിയുമെന്ന് തോന്നിക്കുക. ഒരു പ്രശ്നം പരിഹരിക്കുന്നത് എളുപ്പമാണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. കാര്യങ്ങൾ ചെയ്യാനുള്ള വഴികൾ എളുപ്പത്തിൽ വിശദീകരിക്കുക. 9. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് സന്തോഷം നൽകുക. നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് നേട്ടമുണ്ടാക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുക. ഇത് അവരുടെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നുവെന്ന് അവർക്ക് തോന്നാൻ സഹായിക്കും. ഈ തത്വങ്ങൾ ഉപയോഗിച്ച് ഒരു നേതാവിന് തന്റെ ടീമിനെയോ ചുറ്റുമുള്ള ആളുകളെയോ വെറുപ്പിക്കാതെയും അകറ്റാതെയും മികച്ച രീതിയിൽ നയിക്കാനാകും. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകം കേവലം ഒരു വ്യക്തിത്വ വികസന പുസ്തകമല്ല, മറിച്ച് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു മാർഗരേഖയാണ്. മറ്റുള്ളവരെ നാം എങ്ങനെ കാണുന്നു, എങ്ങനെ അവരോട് പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിത വിജയം എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. സ്വന്തം കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും നമ്മുടെ ആശയങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഈ പുസ്തകത്തിലെ തത്വങ്ങൾ ലളിതമാണ്, എന്നാൽ അവ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ആത്മാർത്ഥമായ പ്രശംസയിലൂടെയും മറ്റുള്ളവരോടുള്ള യഥാർത്ഥ താൽപ്പര്യത്തിലൂടെയും അവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നതിലൂടെയും നമുക്ക് ഏത് വ്യക്തിയുമായും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ സാരമിതാണ്: നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവോ അത്രത്തോളം പ്രാധാന്യം അവർ നിങ്ങൾക്ക് തിരികെ നൽകും.